പ്രിയമുള്ള മുനികളെ, അമ്മയായ സയ്യിദ് അവരുടെ കൂടെ നമ്മുടെ അങ്കമാലി ബാബോസ്താദ് എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷം. അപ്പോൾ തങ്ങളുടെ സമർപ്രകാരം 2 മിനിറ്റ് ആശംസ അറിയിക്കാൻ അന്നരായ ബാബോസ്താദ് അവരെ ക്ഷണിക്കുകയാണ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمواطنينا ولجميع المسلمين والمسلمات. ആദരണീയനായ സയ്യിദ് കോഴിക്കോട് വലിയ ബഹുമാനപ്പെട്ട നാസർ അബ്ദുൽ ബഹുമാനമുള്ള ഒരുമാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരന്മാരെ, ബഹുമാനായ ഈ ഒരുമിച്ചുകൂടിൽ പങ്കാളികളായി നമുക്ക് ആർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും വീണ്ടും പടർന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധി വന്നുപെടാതെ ഈ അമലിൻ്റെ വർക്കത്തോട് അല്ലാഹുവിനെ കാത്തുവച്ചിരുന്നതാണ്. ബഹുമാനായ ജീവിക്കുന്ന കാലം നമ്മുടെ ജീവിതം ആർക്കും ഭാരമാകാതെ അല്ലാഹുവിനെ സുജൂദ് ചെയ്യാനുള്ള ആരോഗ്യം, നല്ല നിഴമത്തും ഈ അമലിൻ്റെ വർക്കത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇവിടെ ഒരു സാധാ അമലല്ല, സലാത്തിൻ്റെ വാർഷികമാണ്. മൻ നസിയ സ്വലാത്തു ഖുത്തിഅ തരീഖുൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സംസാരിക്കുകയല്ല, പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ആവശ്യപ്പെട്ടപ്പോൾ 2 മിനിറ്റ് പ്രാസംഗികനായി, എന്നാൽ ഞാൻ നിങ്ങളുടെ ഈ പരിപാടിയിലെ പ്രാസംഗികൻ ഞാനാണ്, വേറെ ആരും പ്രാസംഗികരല്ല. അതുകൊണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാൾ എന്തായി പറഞ്ഞത്. പ്രാസംഗികൻ, ബാക്കിയുള്ളവരൊക്കെ പ്രസംഗകരാണ്. പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറി വന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങളാരും ക്ഷണിക്കാതെ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇന്ന് എന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു. വെറുതെ ഇരിക്കുകയാണോ? ഞാൻ ഇന്ന് പരിപാടിയൊന്നുമില്ല. അപ്പം അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ വർക്കത്തിന് വേണ്ടി ഇങ്ങനെ കൂടെ പോകുന്നതാണ്. അത് നമുക്കെല്ലാവർക്കും അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ നിങ്ങൾ കൂടിയതിനൊക്കെ കാരണം. ഞാൻ അങ്കമാലിയിൽ നിന്ന് നിങ്ങളുടെ ഈസ്റ്റ് ഒക്കലിലേക്ക് വരുമ്പോൾ എനിക്ക് ഒക്കലും അറിയാം, ഈസ്റ്റും അറിയാം. പക്ഷേ അങ്കമാലിയിൽ നിന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഈ വല്ലം ചൂണ്ടിക്കഴിഞ്ഞ് നേരെ അപ്പുറത്തെ വഴിയിലേക്ക് നേരെ അങ്ങോട്ട് പോയാൽ ഞാൻ ആ കാട്ടിലേക്ക് പോകും. വഴി അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഴി അവിടെ നിന്നിപ്പോൾ പശയും നമ്മളെല്ലാം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിവിടെ ജീവിക്കുന്നു, നമ്മളെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സദഖ ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് പോകാനുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നോട് കയറിയെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. വഴി തെറ്റിപ്പോയ സ്ഥലത്തെത്തൂല. എന്നാ നബി തങ്ങളുടെ തിരുനാമം കൊണ്ട് പറയാണ്, സലാത്ത് ചെല്ലാൻ നിങ്ങൾ ആരെങ്കിലും വിസ്മരിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് തെറ്റിപ്പോകുമെന്ന് നബി റസൂലുള്ളാഹി. അതൊരു വലിയ അമലായി. ഇന്ന അവലന്നാസിബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാത്ത്. മഹ്ശറിൽ എന്നോട് നിങ്ങൾ ഏറ്റവും അടുപ്പമുള്ളവർ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിച്ചവരാണ്. മഹ്ശറിൽ എവിടെയൊക്കെ അടുപ്പം എന്നുള്ളതിനെ സംബന്ധിച്ച് പറയലല്ല, ഇവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും മഹാത്മ്യങ്ങളുമാണ് ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നതെങ്കിൽ. എന്ന് പറഞ്ഞാൽ നബിത്തങ്ങളിൽ കൂടി അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. ആ നബിത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നന്മയാണ് നിങ്ങളിവിടെ കൂടാൻ കാരണം. ഇത് വാർഷികത്തിൻ്റെ അത് നെയ്ച്ചോറ് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കൂടുതലല്ല ഇതുകൊണ്ട് ലക്ഷ്യം. ഡെയിലി നമ്മുടെ ജീവിതത്തിൻ്റെ അവർ പതിവായിരിക്കും. എന്നിട്ട് അതിന് വാർഷികമായിട്ട് ഇങ്ങനെ പരിപാടി വെച്ചുകൊണ്ടിട്ട് ഒരു കൊല്ലം ചെല്ലിയതായ സലാത്തുകൾക്ക് വലിയ നന്മയും നേട്ടവും കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാം. അതിന് നിങ്ങൾ തിരഞ്ഞെടുത്തത് റസൂലുള്ളാഹി തങ്ങളുടെ പേരൊക്കെ ഇങ്ങനെയാണ്. ഇവിടെയാണ് വേറൊരു വിഷയം. അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ വല്ലാതെ കൂട്ടിയെടുത്തിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ തൗഹീദ് ഇവിടെ ദഅവത്ത് നടത്തിയതിന് 23 കൊല്ലക്കാലമാണ് ആ ത്യാഗോച്ചരമാവുന്ന ജീവിതം. ഈ 23 കൊല്ലക്കാലം ഈ ദീനീ പ്രബോധനം നടത്തിയിട്ട്
അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഈ സമുദായത്തിന് ഒരു പ്രതിഫലവും നബിക്ക് കൊടുക്കാൻ പറയുന്നില്ല. അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ കൂലി കിട്ടാത്തത് നമ്മുടെ കൂട്ടത്തിലാരുമില്ല. പക്ഷെ 23 കൊല്ലത്തെ ദഅവത്തിന്, പ്രബോധനത്തിന് കൂലി ആവശ്യപ്പെട്ടിട്ടില്ല. ഖുർആൻ പറയുന്നു കൂലി ഒന്നും നബി തങ്ങൾക്ക് കൊടുക്കണ്ട. നിങ്ങളോട് ഞാൻ പ്രതിഫലമായി ചോദിക്കുന്നത് സമുദായത്തിനോട് പറ നബിയെ. ഖുർആൻ പറയാണ് സമുദായത്തിനോട് പറ, ഈ 23 കൊല്ലത്തെ പ്രബോധനത്തിന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന പ്രതിഫലം എൻ്റെ കുടുംബത്തിനെ ബഹുമാനിക്കണം. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഈ പരിപാടിക്ക് നിങ്ങൾ ക്ഷണിച്ചതിൻ്റെ പവർ. മഹാനായ സയ്യിദ് അവറുകൾ റസൂലുള്ളാഹി തങ്ങളുടെ മക്കൾ അവരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇവിടെ ഇപ്പോൾ ധാരാളം ആലിമീൻ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ തങ്ങളെക്കാൾ വിവരമുള്ള മുസ്ലിയാരോട് ഉണ്ടായിരിക്കും. പക്ഷേ മുസ്ലിയാർ എത്ര പറക്കണി ഔലിയായാണെങ്കിലും ഈ മുസ്ലിയാരോട് നിങ്ങൾ പറയുകയാണ്, ഉസ്താദെ നിങ്ങൾ ഈ സിഗരറ്റൊന്ന് വലിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് ഹാൻഡ് ബാഗിൽ വെച്ചുകൊണ്ട് വന്ന സിഗരറ്റാണ്, ഇത് 4 സിഗരറ്റാണെന്ന് വലിക്കുമെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിയാർ മറുപടി വരും, റസൂലുള്ളാഹിക്ക് പൊരുത്തമില്ലാത്ത പണി ഞാൻ ചെയ്യില്ല എന്ന് പറയും. പക്ഷേ മഹാനായ സയ്യിദ് അവറുകളോട് നിങ്ങൾ പറയുകയാണ്, തങ്ങളിപ്പ ഇതെൻ്റെ മോൻ ഗൾഫിൽ നിന്ന് അവിടെ നിന്നൊന്ന് വലിക്കണം, എനിക്കൊരു വർക്കത്തുണ്ടാവാനാണ്. അപ്പൊ തങ്ങൾ എന്ത് മറുപടി പറയും? എൻ്റെ വല്യപ്പാക്ക് പൊരുത്തമില്ലാത്ത ഞാൻ ചെയ്യില്ല. ഇതാണ് നമ്മളും ബഹുമാനപ്പെട്ടവർ തമ്മിലുള്ള വ്യത്യാസം. പൊന്നാരനബി തങ്ങളെ വല്യപ്പാന്ന് വിളിക്കാൻ അവകാശമുള്ള വ്യക്തിയാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ ബഹുമാനിക്കണം. തറക്തു ഫീകും സഖലൈൻ കിതാബല്ലാഹി വ അഹ്ലു ബൈത്തി. 2 നിധികൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒന്ന് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്, മറ്റൊന്ന് എൻ്റെ അഹ്ലു ബൈത്താണ്. എൻ്റെ അഹ്ലു ബൈത്തിന്റെ ഉപമ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന അഹ്ലു ബൈത്തി കമസലി സഫീനത്തി നൂഹ്. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവരെല്ലാം രക്ഷപ്പെട്ടു. വമൻ തഅഖറ അൻഹാ വഹലക. കപ്പലിനെ അവഗണിച്ചവരൊക്കെ നശിച്ചു. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവർ രക്ഷപ്പെട്ടു, അഹ്ലു ബൈത്തിനെ അവഗണിക്കുന്നവർ നഷ്ടപ്പെട്ടു. ഉർഖുബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലി ബൈത്തി. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മരണ നിലനിർത്തൂ എൻ്റെ കുടുംബത്തിനെ കൊണ്ട്. അങ്ങനെ ധാരാളം മഹാനായ സയ്യിദ് അവറുകളെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയ കാര്യമൊന്നുമല്ല. ആവശ്യക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള വള്ളന്മാരെ ദ്വാരക്കണാരി 1 മണിക്കൂർ 2 മണിക്കൂറും ദ്വാരക്കണ്ട. അല്ലാഹുവേ നീ ഹൈറാക്കണേ, പഠിച്ചവൻ ശിഫിയാക്കി തരട്ടെ, അങ്ങനെയുള്ള ഓരോ വാക്ക് കിട്ടിയത്. ഇന്ന് എൻ്റെ മോൻ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ വിഷയമൊക്കെ എടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഞാനന്ന് തങ്ങളോട് കൂറുന്ന വഴിക്ക്, കാരണം എനിക്കൊരു ദുആ കിട്ടാൻ അതിയായ ആഗ്രഹമുണ്ട്. തങ്ങളിപ്പോൾ എൻ്റെ മോൻ ഒരു പുതിയ സംവിധാനം തുടങ്ങിയാണ്. അതിനുള്ള വിഷയം ആവശ്യമായ സാധനങ്ങളൊക്കെ എടുക്കാനാവും പോയിരിക്കുകയാണ്. അല്ലാഹു അത് ഖൈറിലാക്കി തരട്ടെ. നിറകണ്ണുകളോടെ ഞാനതാ പ്രതീക്ഷിച്ചത്. ബാബാശ്രീയാരെ അതിപ്പോൾ വേണോ എന്ന് ചോദിച്ചാൽ പിന്നെ ലക്ഷങ്ങൾ പഠിക്കപ്പെട്ടിട്ട് ഫലമില്ല. ഒരു വാക്ക് അൽഹംദുലില്ലാ അല്ലാഹു തആല അത് ഖൈറാക്കി തരട്ടെ ബാബാശ്രീയാരെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വാക്ക് മതി. അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നിങ്ങളെ ഓതിയതായ ഈ അമല് ഡെയിലി ചൊല്ലിക്കൊള്ളണം. ഇതുകൊണ്ടിട്ട് രക്ഷയുള്ളൂ. ഇത് ലോകം പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ അമൽ നിങ്ങൾ മുറുകെ പിടിച്ചോ, നിങ്ങൾക്ക് രക്ഷയുണ്ട്. يتقارب الزمان ഒരു വലിയ ഹദീസുണ്ട്. يتقارب الزمان ينقص الليل يبقى الشح ويكثر الحرج. അതിന്റെ അർത്ഥം മാത്രമേ പറഞ്ഞാൽ ലോകം അവസാനിക്കാനെടുത്തു, മതവിജ്ഞാനം സമുദായത്തിൽ കുറയുന്നു, സമുദായത്തിൽ സലാത്ത് ചെല്ലുന്നവർ കുറയുന്നു, കൊലപാതകങ്ങൾ അധികരിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി ഇത് ഓരോന്നും ഓരോ ദിവസം പറയുക ഇൻഷാ അല്ലാഹ്. എൻ്റെ ഉസ്താദന്മാരെ എൻ്റെ മശായിഖന്മാരെയൊക്കെ കുറിച്ചും ഓരോന്നും ഓരോ ദിവസം പറഞ്ഞാലും തീരുമില്ല. ഞാൻ പറഞ്ഞു വാലിമെന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ നിങ്ങൾ കൂടുതൽ ഗ്രഹിക്കാൻ കഴിവുള്ളവരാ. ചുമ്മാ അതിൻ്റെ അർത്ഥം പറഞ്ഞല്ല. ഇന്ന് ലോകത്ത് എന്താ കാണുന്നത്? നിങ്ങളോട് തന്നെ പറയുന്നു, നിങ്ങൾക്കിവിടെ നിലനിൽപ്പില്ല, നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നാട് വിട്ടുവയ്ക്കും. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. മുൻഗാമികളൊക്കെ രക്ഷപ്പെട്ടത് ഈ ഒരു ആയുധം കൊണ്ടിട്ട് തന്നെയാണ്. മുൻഗാമികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൊല്ലാൻ, നിങ്ങളെ തട്ടാൻ, നിങ്ങളെ ഇവിടെ നിന്നും നിങ്ങളുടെ വംശഹത്യ നടത്താൻ ഇതാ ഞങ്ങളെല്ലാം യോജിച്ചിരിക്കുന്നുവെന്ന് മുൻഗാമികളോട് പറയപ്പെട്ടപ്പോൾ സാദത്തുഹും ഈമാന.
ഞങ്ങളെല്ലാം കൂടെ അവിടെ ചൂടാനാണോ നമ്മുടെ തീരുമാനം? കൂട്ടി എല്ലാത്തിനും ഇവിടെ കൊല്ലാനാണ് തീരുമാനം? അള്ളാന്റെ തീരുമാനമാണ്, എന്നെ കൊണ്ടൊന്നും തടയാൻ പറ്റൂല. അള്ളാന്റെ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നു ഞങ്ങളല്ല ഞങ്ങളെ പഠിച്ചുകൊണ്ടോടെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിക്കുന്നവർ ഈമാനിലേക്ക് ആ മുൻഗാമികൾ വന്നപ്പോൾ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാഹു തആല ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു, അവരെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളിൽ പിടിച്ചിരിക്കുന്ന കൊമ്പ് ശക്തമായ കൊമ്പാണ്. സലാത്തിന്റെ വാർഷികത്തിന് മാത്രം കൂടുതലാകരുത്. ഡെയിലി ലഭിത്തങ്ങളുടെ ഹദീസുകൾ പറയാൻ അറിയില്ല എന്നല്ല, ഡെയിലി ഒരു 100 സലാത്തെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ പതിവായി ചെല്ലുന്ന സ്വഭാവം ഉണ്ടാവും. ഓരോ മക്കളെ കൊണ്ടും സലാത്ത് ലഭിക്കണം, ചുരുങ്ങിയത് 100 എണ്ണം. കാരണം അത് ഹദീസിൽ വ്യക്തമായി വരുന്നുണ്ട്. ഒരു 100 സലാത്ത് ഡെയിലി ചെല്ലുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുന്ന ഒരു വിഭാഗമായി മാറുന്നു. അപ്പോൾ കാണുന്നതെല്ലാം പുല്ലായിട്ട് മാറി. ഇന്ന് വലിയ പ്രതിസന്ധിയിലേക്കും പ്രശ്നത്തിലേക്കും കുഴപ്പത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും ഈ രാജ്യത്തെ നല്ല ലോകത്തെ മുസ്ലിങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് എല്ലാ നിലയ്ക്കും കുറച്ചും പൊരുത്തപ്പെട്ട സദസ്സാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് അവർകൾ കോഴിക്കോട് വലിയ ഗാന്ധി എന്ന് മാത്രമല്ല, ബഹുമാനികളെ റസൂലുള്ളാഹി തങ്ങളുടെ, ഞാൻ ഇന്ന് ആ ഹക്ക് പറഞ്ഞാൽ ഇന്ന് എൻ്റെ മോൻ നിൽക്കുന്നത് ഇപ്പോൾ കാട്ട്പാടിയിലാണ്. ഞാൻ അസറിന് മുമ്പ് മോനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ തങ്ങളിപ്പ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ തങ്ങളിപ്പാന്റെ വല്യപ്പ നിന്നതായ സ്ഥലമാണ് കാട്ട്പാടി. അതിന്റെ രക്തമായത് ഇവിടുന്ന് വെള്ളക്കാർ കൊണ്ടുപോയി, ഒരു കുഴപ്പം ചെയ്തില്ല. ഒരു കടലാസ് കഷ്ണം വെള്ളക്കാരുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി വന്ന മലപ്പുറം കാക്കയുടെ കയ്യിലേക്ക് ഒരു കടലാസ് കഷ്ണം എഴുതി കൊടുത്തു. ഈ കാക്ക എന്നിട്ട് എന്താ പറഞ്ഞ, ഈ ഇരിക്കുന്ന മഹാനവരുടെ വല്യപ്പയാണ്. ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ കടലാസ് വെച്ചിട്ട് ഇന്ന് അതിന് കയ്യെ കെട്ടിയിട്ടോളാം. ഇത് കയ്യെ കെട്ടിയിട്ടിട്ട് വെള്ളക്കാർ വെടിവെച്ചിട്ട് കൂലിക്കാലേക്ക് പോയി കൊള്ളുന്ന പോലെ വെടികൊണ്ട് തിരിച്ചു വരികയാണ്. രക്ഷയില്ല, ഈ മനുഷ്യന്റെ മേത്തിൽ നിന്ന് മുട്ടുന്ന വെടികൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പൊ ഇവരടുത്തേക്ക് എന്താ നിങ്ങൾക്ക് ഇയാളെ പിടിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങളെന്താ നിങ്ങളുടെ മേത്ത് ഉണ്ട കൊള്ളാത്തെന്താ? അതെന്താ എനിക്കറിയില്ല, നിങ്ങൾ വെടിവെക്കുന്ന ശരിയാവാൻ കഴിയും. അല്ല, ഞങ്ങൾ വെടിവെക്കുന്ന ഉണ്ട നിങ്ങളുടെ മേത്തേക്ക് വന്നാൽ തിരിച്ചു വരികയാണ്. അപ്പൊ കയ്യെ കെട്ടി ഇതെന്താ കെട്ടിയത്? എനിക്ക് തണുപ്പാണ്, ഇത് ബാണെന്നാണ്. ഇവിടെ വന്നു ഈ തങ്ങൾ രാജ്യദ്രോഹം കുറ്റം ചെയ്തു പോലും. എന്താ, ഇദ്ദേഹത്തിന് കടലാസ് എഴുതി കൊടുത്തുകൊണ്ടിട്ടാണ് വെടിയുണ്ടയക്കാത്തത്. ആ കാരണത്താൽ ഇവിടുത്തെ നാട് കിടത്തി ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ കാട്ട്പാടിയിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ഒന്നു ചെയ്യണം, നിസ്കരിക്കണം. ഇവിടെ ട്രെയിനൊന്നും നിർത്താൻ പറ്റൂല, പുറത്തിറങ്ങാനും പറ്റൂല, ഒന്നും കൊടുക്കാനൊന്നും പറ്റൂല. ട്രെയിൻ അവിടെ നിന്നു. ബഹുമാനപ്പെട്ടവർ പുറത്തിറങ്ങി, ഒന്നു കൊടുത്തു, നിസ്കാരം കഴിഞ്ഞു, ട്രെയിൻ തന്നെ പോയി. ഇന്നും അവിടെ ആ സ്റ്റോപ്പ്, ആ സ്റ്റേഷൻ ഇന്നും റെയിൽവേ സ്റ്റേഷനായിട്ട് തന്നെ ഏത് വണ്ടി പോയാലും കാട്ട്പാടി നിർത്തും. അന്തമാനിലെ കാതിയായിരിക്കുന്ന മഹാനവികൾ ബഹുമാനപ്പെട്ടവരുടെ കൂടെ അന്തമാനിൽ ഞാൻ വളർന്നു പോയിട്ടുണ്ട്. അന്തമാനിൽ അന്ന് വെള്ളക്കാർ മരിക്കുമ്പോൾ വടി പാടില്ല, പേര. ബഹുമാനപ്പെട്ടവരുടെ വല്യപ്പ അന്തമാനിൽ ചെന്ന് കപ്പലിറക്കുമ്പോൾ വടി കൊണ്ട് പേരയാണ്. പട്ടാളക്കാരൻ വന്നു, മേധാവി വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ വടി ഇവിടെ വെക്കാൻ പറ്റില്ല, വടിയുടെ നിയമവിരുദ്ധമാണ്. വടി മേടിച്ചെടുത്ത് പട്ടാളം, പേര മേടിച്ചെടുത്ത് പട്ടാളം കൊണ്ടുപോയിക്കോ. മേധാവിയുടെ അടുക്ക കൊണ്ടുവന്ന് വെച്ചു. മേധാവി രാത്രി കിടന്നപ്പോ തലക്കെട്ട ഒറ്റ അടി. ഇയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോ വടി അടിച്ചിട്ട് വടി മുന്നിലും പോയിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റില്ല, ചാടി എഴുന്നേറ്റു, പട്ടാളത്തിനെ വിട്ടു. ആ മനുഷ്യനോട് വരാൻ പറ. പള്ളിയിൽ വന്നു, മനുഷ്യനെ ആവശ്യപ്പെട്ടു പറഞ്ഞു, തങ്ങളോട് അയാൾക്ക് എന്നെ കാണി ഇങ്ങോട്ട് വരാൻ പറ, എനിക്കങ്ങനെ കാണേണ്ട ആവശ്യമില്ല. തിരിച്ചു ചെന്നു, ആളെ വരുത്തി, വടി വെച്ചു, പുറക്കല്ലെത്തി. ആ മഹാനായ സയ്യിദ് അവരുടെ പേരക്കുഞ്ഞാണ് ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർ നിങ്ങളുടെ നാടിന് വേണ്ടി നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നിങ്ങൾ എന്തെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ബഹുമാനപ്പെട്ട മഹത്വം കൊണ്ട് അല്ലാഹു കബൂലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുകയാണ്.
നാം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന വേദിയിലേക്ക് നീങ്ങുകയാണ്. ഒന്നരായ സയ്യിദ് അവർകളെ നമുക്ക് വേണ്ടി ഒരു നിർദ്ദേശവും നസീഹത്തൊക്കെ നൽകി ദുആ ചെയ്യാൻ വളരെ ആത്മാർത്ഥമായി സദസ്സിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. قاضي قطيعنا صاحبنا വ്യക്തിപുരുഷനായ നേതാക്കട്ടെ, നമ്മുടെ എല്ലാ സന്ദേശവും വാർത്താല ഏർപ്പെട്ടരട്ടെ. സ്വലാത്തിൻ്റെ ഹത്തിജാഹ ബർക്കത്തുകൊണ്ട് നമ്മെ ഏവരെയും വാഹനത്തെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സമയം അതിക്രമിച്ചിട്ടുണ്ട്. കൂടുതലായും വലിയ നസീഹത്തിൻ്റെ സമയം ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വലിയ മഹാമാരി അഥവാ കൊറോണ എന്ന വൈറസ് കഴിഞ്ഞുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ഇനി പുതിയൊരു വൈറസ് ഒമിക്രോൺ എന്ന വൈറസ് വരുന്നു. അത് പല ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും ഇന്ന് 10 മണിക്ക് ശേഷം കർഫ്യൂ ആണ് എന്നൊക്കെ വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ ഒരു വിപത്ത് അതിനൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ആ മഹാമാരി പിടിപെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. നമ്മളൊരു നായക്ക് ഒരു കുറ്റി വെള്ളം കൊടുക്കുകയാണെങ്കിൽ, ഒരു കോരി വെള്ളം ഒരു നായക്ക് കൊടുത്താൽ അടുത്ത സമയം ആ നായ നമ്മെ കാണുമ്പോൾ മാലാട്ടി നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ അപ്പം അങ്ങനെ നന്ദിയുള്ള ഒരു രീതിയാണ് നായ എന്നാണ്. അപ്പം ആ നായ പോലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഇവിടെ യജമാനോട് നമ്മൾ ജനിച്ചത് മുതൽ എന്ന് വരേക്കും നമുക്ക് വെള്ളം തന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭക്ഷണം തന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് നിഅമത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഓക്സിജൻ എന്ന ഒരു സംവിധാനം നമുക്കിവിടെ അല്ലാഹു തയ്യാർ ചെയ്തിട്ടുണ്ട്. കൊറോണ സന്ദർഭമുണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ ഓക്സിജൻ ഇല്ലാതെ മരണപ്പെടുകയുണ്ടായി. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു, ഒരു വെന്റിലേറ്റർ കിട്ടാൻ നല്ല മാർഗങ്ങളുണ്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയുമെന്ന്. അപ്പം അങ്ങനെ അപ്പോഴാണ് ഓക്സിജൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി നമുക്കിവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഓക്സിജൻ വായു ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട്, വെള്ളം തയ്യാർ ചെയ്തിട്ടുണ്ട്, വെളിച്ചം നൽകിയിട്ടുണ്ട്. ഇത് അടിസ്ഥാനപരമായി എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാർ ചെയ്തിട്ടുള്ളത്. ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ശ്വസിക്കാം. അമേരിക്കയിൽ പോയാലും അവിടെയും ശ്വസിക്കാൻ ഓക്സിജനുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെയൊക്കെ ശ്വസിക്കാനുള്ള വായുവാഹമില്ലാതെ നാം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ അല്ലാഹുവിനെ നമ്മൾ നന്ദി ചെയ്യാത്തതിൻ്റെ കാരണത്താൽ
നമുക്കൊരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിലൂടെ ഒരു പരീക്ഷണമായിരുന്നു നമ്മുടെ ഈ പഠനം. ഏതായിരുന്നാലും അതൊക്കെ കഴിഞ്ഞ് അതും ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് തൊപ്പൊക്കെ ഉണ്ട്. ഇനി പുതിയ ഒരു വൈറസ് കടന്നു വരുന്നു എന്ന വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അതായതുകൊണ്ട് നമ്മൾ അല്ലാഹുവിൻ്റെ നിഅമത്തിനൊക്കെ നന്ദിയുണ്ട്. അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ച് നമുക്കൊരുപാട് നിഅമത്തുകൾ നൽകി ജീവിക്കാൻ നമുക്ക് ആവശ്യമായ വ്യവസ്ഥകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ടു എപ്പോഴും അല്ലാഹുവിൻ്റെ അടിമയാണെന്ന ബോധം, ആ ബോധം എപ്പോഴും നമുക്കുണ്ടായിക്കൊണ്ട് വളരെ ഭക്തിയോടുകൂടെ ജീവിച്ച് വളരെ നല്ലൊരു ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് തയ്യാറാക്കണമെന്നാണ് അവസരത്തിൽ ഓർമ്മപ്പെടുന്നത്. ദീർഘമായി നമുക്ക് ഇതിൻ്റെ അവസരത്തിൽ സംസാരിക്കും. നമ്മളിവിടെ വർഷങ്ങളായി ഇവിടെ തുടങ്ങപ്പെട്ട സ്വലാത്തിൻ്റെ ആ വാർഷിക സദസ്സിലാണ്. സ്വലാത്ത് ഇവിടെ പറഞ്ഞപ്പോൾ ഐഹികവും പാരിത്രികവുമായ എല്ലാ വിജയത്തിനും അത് കാരണം. സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ ആത്മീയമായ ഭക്ഷണമാണ്, റൂഹിൻ്റെ ഭക്ഷണമാണ്. നമ്മുടെ റൂഹിൻ്റെ പിതാവ് അലൈഹി വസല്ലം, നമ്മുടെ റൂഹിൻ്റെ പിതാവാണ് ഉള്ളത്. നമ്മളൊക്കെ നമ്മളെന്ന ആ ഞാനെന്ന ഭാവത്തോടുകൂടെ ഇവിടെ വിരാജിക്കുന്നത്, നടക്കുന്നത്, മറ്റെല്ലാ ജോലികളൊക്കെ ചെയ്യുന്നത് ഞാനെന്ന ബോധത്തിലാണ്. ഞാനെന്ന ആ ബോധത്തിൽ ഇവിടെ നടക്കുന്ന നമ്മുടെ ശരീരത്തിൽ അബാറൂഹിൻ്റെ പിതാവായ അഷ്റഫുൽ വറാത്തുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലി ആ റൂഹിന് ഭക്ഷണം കൊടുത്ത് ആത്മീയമായി നമ്മൾ ഒരുപാട് എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് ലോകത്തും രക്ഷപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. ആയതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഭാഷ നമുക്ക് ലഭിക്കാനുള്ളത് ഐഹികവും പാരത്രികവുമായ വിജയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ വറാത്തുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബായ ബറകത്തുകൊണ്ട് നമ്മുടെ എല്ലാ സന്ദേശവും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വായിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. അർഹമുറാഹിമീനായ ആദിസയ്യിദായ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. നമ്മൾ കൊടുത്ത ഓരോ സംഭാവനകളും അല്ലാഹുവിനറിയാം. എന്തിനാണ് ഇവർ സംഭാവന നൽകുന്നത് എന്ന് അല്ലാഹുവിനറിയാം. നമ്മുടെ ലോകവും നമ്മളെക്കാൾ കൂടുതൽ അല്ലാഹുവിനറിയാം. അതായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സന്ദേശവും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ പ്രയാസമൊക്കെ അല്ലാഹു തആല നീക്കിക്കട്ടെ. നമ്മെ ഏവരെയും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.